അമ്മ അമ്മ എന്തുവാ അമ്മ ഈ കാണിക്കുന്നേ? ചെടിക്ക് വെള്ളം ഒഴിക്കുന്നു. അതെനിക്ക് മനസ്സിലായി. ഇങ്ങനെയാണോ അമ്മ ചെടിക്ക് വെള്ളം ഒഴിക്കേണ്ടേ? പിന്നെ എങ്ങനെ വെള്ളം ഒഴിക്കും? അമ്മ ചെടിയുടെ വേരിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ പോരാ. അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അതിന്റെ മുകളിലും കൂടെ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യണം. എന്നാലേ ഇതിന്റെ ഇലയിലൊക്കെ കുറച്ച് കളർ വന്ന് ഇതിന്റെ പൊടിയൊക്കെ പോയി അത് ബ്യൂട്ടിഫുൾ ആയിട്ട് അത് വളരുള്ളൂ. ഓസ് പൊട്ടിയിട്ട് കുറെ ദിവസം നിന്റെ അച്ഛനോട് പറഞ്ഞിട്ട് വാങ്ങിച്ചെന്നില്ല. എങ്ങനെയെങ്കിലും ഇത്രയും ചെടിക്ക് വെള്ളം ഒഴിച്ച് ജീവിച്ചു പോട്ടെ. എന്നെ കുറ്റം കണ്ടുപിടിക്കാതിരിക്കോ? അല്ലേലും അമ്മയ്ക്ക് ചെടിക്ക് വെള്ളമൊന്നും ഒഴിക്കാൻ അറിയത്തില്ല. അമ്മ ഈ ചെടിയുടെ പുറത്തോടെ ഇതെടുത്ത് കമത്തു. അമ്മ ഇങ്ങനെയല്ല ഒഴിക്കേണ്ട. ഓരോ ചെടിയിലും വെള്ളം ഒഴിക്കേണ്ട ഓരോ രീതിയിലാണ്. ചിലതിന് ചിലപ്പോൾ ഇങ്ങനെ തളിച്ചു കൊടുത്താൽ മതിയായിരിക്കും, ചിലതിന് നൈസായിട്ട് വേരിൽ മാത്രം ഇങ്ങനെ ഇങ്ങനെ ഒഴിച്ചാൽ മതിയായിരിക്കും. അങ്ങനെ ഓരോന്നും ഓരോ രീതിയിൽ ഇങ്ങനെ ഒഴിക്കണം. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ചീഞ്ഞളിഞ്ഞ് ഒരുമാതിരി. മക്കള് രാവിലെ തന്നെ അമ്മയുടെ കുറ്റം പറയാൻ വേണ്ടി ഇറങ്ങിയതാണോ? ഒരു ഉപകാരം ഇല്ലാത്ത പെണ്ണ്. സാധാരണ എല്ലാരും പറയും 2 പെമ്പിള്ളേർ 2 മണിക്ക് സുഖമല്ലേ. ഇതിവിടെ കുറ്റം പറയാനല്ലാതെ ഒരു ഗുണമില്ല. ഗുണമുണ്ട്. നല്ല വൃത്തിയായിട്ട് വെട്ടി വിഴുങ്ങും ഉണ്ടാക്കി വെക്കണ ഭക്ഷണം. അതിന് മാത്രം കൊള്ളാം. തിന്നാ തീറ്റി. അമ്മ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ തീറ്റി കാര്യത്തിൽ ഇങ്ങനെ അമ്മ എന്നെ കുറ്റപ്പെടുത്തരുത്. നീ വെറുതെ സാധാരണ തിന്നുന്ന തീറ്റി ആയിരുന്നെങ്കിൽ ഞാൻ ഒന്നും പറയില്ലായിരുന്നു. ഇതിന് ആർത്തിയില്ലേ? നീ ജനിക്കണ വരെ ആർത്തി എന്നുള്ള വാക്ക് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അതിനുശേഷം നീ ജനിച്ച ശേഷമാണ് ഈ വാക്ക് ഞാൻ മനസ്സിലാക്കിയത്. എന്തോന്നാണ് ആർത്തി എന്ന് പറഞ്ഞു. ഈ ആക്രാന്തം മര്യാദയ്ക്ക് കുറച്ചില്ലെങ്കിൽ നീ ശരിയാവൂല. വല്ല വീട്ടിലെ കെട്ടിച്ചു വിടുമ്പോണ്ടല്ലോ നിന്റെ തീറ്റി കൊണ്ട് അവര് ബോധം കെട്ടു. അമ്മ അതിനെ ഓർത്ത് അമ്മ പേടിക്കണ്ട. അമ്മ ഞാൻ അങ്ങനെ വല്ല വീട്ടിലൊന്നും പോകൂല. ഞാൻ എന്തായാലും കെട്ടി പോകുമ്പോഴേക്കും ഒരു ഹോട്ടലുകാരന്റെ വീട്ടിലേ പോകും. അതാകുമ്പോ എനിക്ക് വയറിറച്ച് ഭക്ഷണം കഴിക്കാൻ അവരെ ബുദ്ധിമുട്ടിക്കാനും വേണ്ട. ഹോട്ടലുകാരെ വെച്ച് റിങ്കിമോള് മുള്ളുണ്ട് മേള്. പിന്നെ മണി റിങ്കി മോൾക്ക് ഒരു കല്യാണ ആലോചന. കല്യാണ ആലോചന? അതേടി നമ്മളെ ഷാജി ഇല്ലേ, ഷാജി വിളിച്ച് അങ്ങനെ നമുക്ക് കണ്ട് സംസാരിച്ച്. നല്ല കേസ്, ഗവൺമെന്റ് എംപ്ലോയി ആണ്, അതും റവന്യൂ വകുപ്പില്. അപ്പൊ ഷാജി പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഇന്നൊന്ന് ചെറുക്കനുമായിട്ടും കൊണ്ട് വരാന്ന് പറഞ്ഞു. ഇന്ന് അതല്ല ഞാൻ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ട് മതിയെന്ന്. പക്ഷേ ചെറുക്കന് സമയമില്ല, ഷാജിയും ഫ്രീ അല്ല. അപ്പൊ ഇന്ന് അവധി ദിവസമല്ലേ ചേട്ടാ വരട്ടെന്ന് ചോദിച്ചു. അതല്ല പെട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഒന്ന് നമുക്ക് മെന്റലി ഒന്ന് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം വേണം. പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ പറയട്ടെ, ആ ചെറുക്കൻ വന്നൊന്ന് കാണ്, അതിനൊന്നും ഒരുങ്ങണം. ഇവിടെ അത്രയല്ലേ ഉള്ളൂ. അവളെ കൊണ്ട് സമ്മതിപ്പിച്ചെടുക്കണ്ടേ? അവൾ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു നടക്കണല്ലേ? മറ്റേ ഒളിമ്പിക്സ് മോഡല് മറ്റേ മെഡലൊന്നും പറഞ്ഞു നടക്കുന്നു എന്നൊക്കെ പറഞ്ഞു നടന്നല്ലേ. പെൺകുട്ടിക്ക് പ്രായം എത്ര? അവളെ കൊണ്ട് സമ്മതിപ്പിക്കണം. അവള് കല്യാണം കഴിച്ച് പോയിട്ടോടെ എനിക്ക് ഇതുപോലെ ഒന്ന് കരകയറാൻ. എന്തോന്ന് കരകയറാൻ? നമുക്കും കല്യാണമൊക്കെ കഴിക്കണമല്ലോ അല്ലേ? അത് സമയമാകുമ്പോ പറയാം. ഇനി ആദ്യം ഒരു കാര്യം ചെയ്യും. ഇപ്പൊ എഴുതിയ പരീക്ഷ ഉണ്ടല്ലോ, അത് ജയിക്കുമെന്ന് നോക്ക്, എന്നിട്ട് ആലോചിക്കാം കല്യാണം. മണിക്കുട്ടിയാ അവളുടെ കാര്യം വിട്. ഇത് നല്ല തറവാടാണ് പയ്യന്റെ വീട്. അച്ഛൻ പോയി കണ്ടോ? ഷാജി പറഞ്ഞു. പറഞ്ഞറിവേ ഉള്ളൂ. പോരെ, നമ്മൾ പിന്നെ അന്വേഷിച്ചിട്ടേ ചെയ്യുള്ളൂ. ഇതെന്തെങ്കിലും ആവുകയാണെങ്കിൽ മണിക്കുട്ടനെയും അച്ഛനെയും വിളിച്ച് പറയാം. സ്പീഡിലൊന്നും ആലോചിച്ച് നടത്തേണ്ട കാര്യമല്ല കല്യാണം. അതൊക്കെ സമയം എടുത്ത് വേണം കാര്യങ്ങൾ. എങ്ങനെ ചടപടയെന്നൊന്നും പറഞ്ഞാൽ കല്യാണം നാളെ നടത്താനല്ല പറഞ്ഞത്. അവര് വന്ന് കണ്ടോട്ടെ, ഇഷ്ടപ്പെട്ട് നല്ല ഇതാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോവാം. നീ ഒരു കാര്യം ചെയ്യ്, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒരു ശരി നമുക്ക് പറയാം. അവളത്ത് പറഞ്ഞു ഈ ഒരു കാര്യം ചെയ്യും. ഈ ചെടിക്കൊക്കെ വെള്ളം ഒഴിയേ. അച്ഛന് ചായ ഇട്ട് കൊടുത്തിട്ട് ഞാൻ വരാം. മൊത്തം ഞാൻ എന്തോ അച്ഛന് മാത്രം ചായ, എനിക്ക് ചായ വേണ്ടേ? അമ്മ ചായ. ചേച്ചി ഞാനേ നേരത്തെ പറഞ്ഞതിനെ പറ്റി നീ ഒരു അഭിപ്രായം പറഞ്ഞില്ലല്ലോ. എന്തോന്ന് അഭിപ്രായം? എടി ആദ്യം ചെക്കൻ വരട്ടെ, എന്നിട്ടല്ലേ അഭിപ്രായം പറയേണ്ടത്. എന്റെ സങ്കല്പത്തിലുള്ള പയ്യനാണോ നോക്കട്ടെ. നിനക്ക് കുറെ സങ്കല്പങ്ങളൊക്കെ ഉണ്ടല്ലോ ചേച്ചി. നിന്റെ സങ്കല്പത്തിലുള്ള പയ്യനെ ഒന്ന് വിവരിക്കാവോ? എങ്ങനെയാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട്. നീ എന്തിനു മനസ്സിലാക്കാൻ? ഞാൻ മനസ്സിലാക്കിയാ പോരെ? അയാൾ എന്നെയല്ലേ കെട്ടാൻ വേണ്ട, നിന്നെ അല്ലല്ലോ. നിന്നെ തന്നെ കെട്ടാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, വരുന്ന ആളിൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് നിനക്കിത് മുടക്കാനാണ് പ്ലാൻ എങ്കിൽ ഞാൻ സമ്മതിക്കുന്നു മോളെ, സമ്മതിക്കുന്നു. അതെന്താ നീ അങ്ങനെ പറഞ്ഞ? പിന്നെ അങ്ങനെ പറയണം. എടി നീ ഒന്ന് കെട്ടിപ്പോയിട്ട് വേണം എന്റെ റൂട്ട് ഒന്ന് ക്ലിയർ ചെയ്യാൻ. നിന്റെ റൂട്ട് മനസ്സിലായില്ല എനിക്ക്. അതിന് ഇനി കൊറേ വർഷമുണ്ട് മോളെ. വർഷോ? ചേച്ചി ചങ്കിക്കൊള്ള വർത്താനം ഇങ്ങനെ പറയല്ലേ ചേച്ചി. ഇടി കുടുംബ ജീവിതം സ്വപ്നം കണ്ടു നടക്കുന്ന ഒരു പെൺകുട്ടിയുടെ വിഷമം നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല. എന്നാ ഒരു കാര്യം ചെയ്, ഈ വരാൻ പോകുന്ന ചെക്കനെ നീ അങ്ങ് കെട്ടിക്കോ, ഞാൻ അങ്ങ് മാറിത്തരാം. അങ്ങനെ പറയല്ലോ.
തമാശ അറിഞ്ഞില്ലേ? അയ്യടി ഞാനാ വന്ന നന്നായിരിക്കണ പോടി. നല്ല ചൂടുണ്ട്, പതുക്കെ പതുക്കെ. ടെൻഷൻ ഇത്ര പെട്ടെന്ന് വേണ്ടായിരുന്നു. അവളോട് പറയാം. ഒരു മയത്തിലൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി. ഓ ഞാൻ പറഞ്ഞോളാം, നീ വാ. മോളെ റിങ്കിക്കുട്ടി. മോളെ അതെ, അച്ഛന് മോളോട് ഒരു കാര്യം പറയാനുണ്ട്. അപ്പോഴേ ഇപ്പോഴാണ് അതിന് പറ്റിയ സമയം. അച്ഛൻ ഒന്നും കൂടുതൽ വിളമ്പാൻ നിൽക്കണ്ട. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇനി അച്ഛൻ കൂടുതൽ ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കണ്ട കേട്ടോ. അതിനിടയിൽ കയറി വെടി പൊട്ടിച്ചാ പിന്നെ അല്ലാണ്ട് എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ എല്ലായിടത്തും പറഞ്ഞു എനിക്ക് എന്തോ ഒരു ഇഷ്ടം. കുഴപ്പമില്ല മണി, എന്തായാലും പറഞ്ഞല്ലോ. മോളുടെ അഭിപ്രായം എന്താണ്? അച്ഛാ എന്റെ അവക്ക് അങ്ങനെ കുറെ സങ്കല്പങ്ങളൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ, വലിയ അഭിപ്രായം. എന്തോന്ന് മക്കളെ പറ, എന്തോന്നാണ് നിന്റെ സങ്കല്പം? ഞാൻ പറയട്ടെ. പറയടി. കെട്ടാൻ പോകുന്ന ആളെ കുറിച്ച് എനിക്ക് കുറച്ച് സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് വലിയ സങ്കല്പങ്ങളൊന്നും അല്ല, ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. അതിലൊന്ന് കാണാൻ കുറച്ച് സൗന്ദര്യമൊക്കെ ഉണ്ടായിരിക്കണം, ആര് കണ്ടാലും കുറ്റം പറയരുത്. പിന്നെ പിന്നെ ഒരു ന്യൂജൻ ലുക്ക് തോന്നിക്കുന്ന ആളായിരിക്കണം. ഇപ്പോഴത്തെ ഫ്രീക്കന്മാരെ പോലെ മുടിയും നീട്ടി വളർത്തി താടിയും നീട്ടി വളർത്തി അങ്ങനത്തെ ഒരാളല്ല എനിക്കിഷ്ടം. ഇത്തിരി നല്ല വൃത്തിയായിട്ട് മുടിയൊക്കെ വെട്ടി താടിയൊക്കെ എടുത്ത് മീശയൊക്കെ ട്രിമ്മൊക്കെ ചെയ്ത് അങ്ങനെ സ്റ്റൈലിഷ് ആയിരിക്കണം. പിന്നെ സ്പോർട്സിനെ നന്നായിട്ട് സ്നേഹിക്കുന്ന ആളായിരിക്കണം, നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ആളായിരിക്കണം. ഇതൊക്കെയാണ് എന്റെ സങ്കല്പങ്ങൾ. ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യൻ ഉണ്ടാവേണ്ട സങ്കല്പങ്ങളല്ലേ ഉള്ളൂ. അതെ അതെ. ഈ നാടൻ ടൈപ്പൊന്നും എനിക്ക് ഇഷ്ടമല്ല, അതാ ഞാൻ ഇപ്പോഴേ പറഞ്ഞത്. ഈ നാട്ടിൻ പുറത്തുള്ള സ്റ്റൈലൊന്നും എനിക്ക് ഇഷ്ടമല്ല. നല്ലതായിട്ട് ഇപ്പോഴത്തെ മോഡേൺ രീതിയിൽ എങ്ങനെയാ അതുപോലത്തെ ചിന്താഗതി ഒക്കെ ആയിരിക്കണം. അത്രേ ഉള്ളൂ. എല്ലാ പെൺകുട്ടികളുടെ മനസ്സിലുള്ള അതെ, വലിയ വലിയ എന്തോ സങ്കല്പങ്ങളൊക്കെ ആയിരിക്കുന്നു ഞാനും വിചാരിച്ചു. അല്ലേടി കേട്ടാ, നിന്റെ ഇഷ്ടത്തിനനുസരിച്ചേ ഞങ്ങൾ പ്രൊസീഡ് ചെയ്യത്തുള്ളൂ. നീ വന്ന് കണ്ടൊന്ന് സംസാരിച്ചൊക്കെ നോക്ക്. ഓക്കെ ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം. അല്ല മോൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. നല്ല തറവാട്, അത് ബന്ധുക്കളെ കൊണ്ടല്ലോ ടോപ്പ് ലെവൽ ഓഫീസേഴ്സ് ആണ്. പിന്നെ ചെറുക്കനും ഗവൺമെന്റ് എംപ്ലോയാണ്, റവന്യൂ വകുപ്പില്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഭാവിയിൽ ഒരു ഡെപ്യൂട്ടി കളക്ടർ വരെങ്കിലോ ഉറപ്പാണ്. അമ്മയ്ക്ക് സങ്കല്പമൊന്നും ഉണ്ടായിരുന്നില്ല അമ്മ അമ്മയുടെ ചെറുപ്പത്തില്? ഒരുപാട് സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും പുറത്ത് പറയാനുള്ള അവസരം കിട്ടിയില്ല. എന്റെ അച്ഛൻ അദ്ദേഹത്തെ കണ്ടുപിടിച്ചിട്ട് കെട്ടിക്കോളാൻ പറഞ്ഞ് ഞാൻ കല്യാണം കഴിച്ചു. അങ്ങനത്തെ ഒരു കല്യാണമായിരുന്നല്ലേ? അതല്ല അമ്മയ്ക്ക് ഇതുപോലത്തെ ഒരു അച്ഛനെ കിട്ടി. എന്റെ മക്കളെ ഇത് അങ്ങനെയൊന്നുമല്ല, നല്ല സുന്ദരനായ ചെറുക്കനാണ്, നല്ല കുടുംബമൊക്കെയാണ്. ഷാജി അങ്കിൾ പറഞ്ഞതാണ് കേട്ടോ. വരട്ടെ നോക്കാം. അല്ല എന്റെ കണ്ടീഷനൊക്കെ ചോദിച്ചല്ലോ നീ നേരത്തെ. ഇതുപോലൊരു അവസരം വന്നു കഴിഞ്ഞാൽ നിന്റെ കണ്ടീഷൻ എന്തായിരിക്കും? എനിക്കെന്തോ കണ്ടീഷൻ എങ്കിൽ 3 നേരം എനിക്ക് വയറ് നിറച്ച് ഭക്ഷണം തരണം. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്നെങ്കിൽ ഉണ്ടാക്കി തരണം, അല്ലെങ്കിൽ മേടിച്ചു വിരോധം ഇല്ലെങ്കിൽ. അറിയാവുന്ന ചെക്കനെ അന്വേഷിക്കുന്നു പരസ്യം കൊടുക്കേണ്ടി കൊടുക്കാം, നമുക്ക് ആ സമയം അങ്ങനെ കൊടുക്കാലോ. സീരിയസ് പറഞ്ഞാണ്. കണ്ടില്ലല്ലോ മണി, അവരിങ്ങ് എത്തിക്കോളും. എത്തേണ്ട സമയം കഴിഞ്ഞ്. എനിക്കൊരു സംശയം, അവരെ ഇനി വീട് തെറ്റി എവിടെ ഒന്ന് വിളിച്ചു നോക്കാം ബ്രോക്കറിനെ. 3-4 വട്ടം വിളിച്ച് പരിധിക്ക് പുറത്താണെന്ന്. വിവേട്ടാ, എന്തായാലും അവർക്ക് സംശയം വല്ലതും ഉണ്ടെങ്കിൽ അവർ നമ്മളെ ഇങ്ങോട്ട് വിളിക്കുമല്ലോ. അതല്ല ഈ ജംഗ്ഷൻ എത്തിയിട്ട് ആരെടുത്ത് ചോദിച്ചാലും നമ്മുടെ വഴി കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. പിന്നെ ഇതിന് ടെൻഷൻ അടിക്കണം, ഇവരിങ്ങ് എത്തിക്കോളും. അയ്യോ, പിന്നെ ചായ വേണ്ട. പിന്നെ മോളൊരുങ്ങി. അവൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. പിങ്കി കൂടെ നിപ്പുണ്ട്. അവളെല്ലാം നോക്കിക്കോളാന്ന് പറഞ്ഞ ഉത്സാഹത്തിലാണ്. ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് വരാം കേട്ടാ, ടെൻഷൻ അടിക്കണ്ട. ശരി ശരി.
ഇതാണ് പെൺകൊച്ചിന്റെ വീട്. ആ അയ്യോ ഇതാ പെൺകൊച്ചിന്റെ അച്ഛൻ നിൽക്കാം. നമസ്കാരം. ചേട്ടോ ഞാൻ വിഷമിച്ചിരിക്കായിരുന്നു, നിങ്ങളെ കാണുന്നില്ല, എത്തേണ്ട സമയം കഴിഞ്ഞു. ചേട്ടാ ഇന്ന് രാഘവാനായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഇറങ്ങാൻ വൈകിയത്. അത് തന്നെയല്ല, ചെറുക്കന്റെ കുറെ ബന്ധുക്കളുണ്ടായിരുന്നു നമ്മുടെ ഇങ്ങോട്ട് വരാൻ വേണ്ടി. ഞാൻ തന്നെയാണ് വേണ്ടത്. അവർക്ക് വരായിരുന്നല്ലോ. മണി, അവര് വന്നു കേട്ടോ. ഇതാണ് ചെറുക്കൻ ജനാർദ്ദൻ. ജനാർദ്ദൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. എന്നാ ശാലം കാണാൻ കൂടി. അല്ല, ഈ പയറും മത്തങ്ങയൊക്കെ അത് പറഞ്ഞില്ലല്ലോ. ചെറുക്കൻ സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിലും നല്ലൊരു കർഷകൻ കൂടിയാ. ഇത് ഞാൻ തന്നെ വീട്ടിൽ കൃഷി ചെയ്തെടുത്ത പച്ചക്കറിയാ. ഇങ്ങോട്ട് വരല്ലേ, അപ്പൊ അമ്മ വന്നു വിട്ടോ നിങ്ങൾക്ക് തരാനായിട്ട്. മണിച്ചേച്ചി ഇതങ്ങ് വാങ്ങിച്ചോട്ടെ, നല്ല പച്ചക്കറിയാ. അതെ, നമുക്ക് അകത്തോട്ടിരുന്ന് സംസാരിക്കാം. അങ്ങനെ ആയിക്കോട്ടെ. വരിക. നാണിക്കൊന്നും വേണ്ട, വന്നോളൂ. മക്കളെ നമ്മ ചായയൊക്കെ ഇതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ചായയും കൊണ്ട് എല്ലാം കൊണ്ട് അങ്ങോട്ട് പോവാ കേട്ടോ. എല്ലാം കൊണ്ട് പോവാനോ? എങ്ങനെയാ ഞാൻ ഇതെല്ലാം കൂടെ എടുത്തോണ്ട് പോകും? 2 കൈയല്ലേ ഉള്ളൂ എനിക്ക്. ഈ ചായയുടെ ട്രേയുടെ പലഹാരമൊക്കെ ഞാൻ അവൾ കൂടെ കൊണ്ടുവരാം കേട്ടോ. ഇത് നോക്ക്, കുളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നേ. എന്റെ അമ്മ ഒട്ടും മാച്ചല്ലേട്ടാ, ഇവർക്ക് ഒട്ടും മാച്ചല്ലെന്ന്. ഹരിച്ചക്കനാ ഈ ചെറുക്ക ഒരുമാതിരി ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ കണക്കിൽ ഇവിടെ ഇത്ര ദൂരത്തൊന്നും കണ്ടപ്പോ എല്ലാം മനസ്സിലായി. പിന്നെ അല്ലാണ്ട് ഒരു ഇവിടെ മര ബട്ടണൊക്കെ ഇട്ടിട്ട് പക്ഷെ നാടനാണ്. നാടൻ ഇത് എന്തോ ഇങ്ങനെയാ നാടൻ. റിങ്കി പോയി ശരിയല്ല. എടി, നീ തന്നെ കുറ്റം പറയലേന്ന് പറഞ്ഞിട്ട് നീ തന്നെ കുറ്റം പറയാണോ? ഇന്നത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കുറ്റം ഉണ്ടായ പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല. മക്കളെ നീ അതിനെ പറ്റി ഒന്നും ആലോചിക്കണത്. ഇപ്പൊ ചായം കൊണ്ടങ്ങോട്ട് പോയാൽ മതി കേട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് നോക്കാം. നോക്ക് മാത്രമേ നടക്കുള്ളൂ, അത്ര പോരാ. അത്രയ്ക്ക് മോശമാണോ? പിന്നല്ലാണ്ട് അത്ര മോശമൊന്നുമല്ല. ഡേ, നീ അതിനെ പറ്റി ഒന്നും ആലോചിക്കണ്ട. ഇവിടെ അമ്മയും അച്ഛനൊക്കെ നിങ്ങളുടെയൊക്കെ ഇഷ്ടം നോക്കിയിട്ടേ കാര്യങ്ങൾ നടത്തുള്ളൂ എന്ന് ഉറപ്പുണ്ടല്ലോ. ഇതിപ്പോ തൽക്കാലം പെണ്ണ് കാണല് മാത്രമാണ്. നീ കൊണ്ട് ഈ ചായ കൊടുക്കുക, ചെക്കനെ കാണുക, തിരിച്ചു വരിക. ബാക്കിയൊക്കെ പിന്നീടല്ലേ ആലോചിക്കുള്ളൂ. ഞാനേ മോന്റെ പേര് വിട്ടുപോയി, എന്തായിരുന്നു? ജനാർദ്ദനൻ. ജനാർദ്ദൻ. എല്ലാരും ജന്നു എന്ന് വിളിക്കും. എല്ലാരും ജന്നു എന്ന് ജനു, നല്ല പേര്. വിളിക്കാൻ എളുപ്പമുള്ള പേര് രവിചേട്ടനെ വിളിക്കാം. പിന്നെ എനിക്ക് 2 പെമ്മക്കളാണ്. മൂത്തത് റിങ്കി മോളും, അവൾക്കാണ് ഇപ്പൊ ആലോചന വന്നത്. രണ്ടാമത്തെ പിങ്കി മോളും. ഷാജിച്ചേട്ടൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ എളുപ്പമാകാൻ വേണ്ടി പരസ്പരം 2 വീട്ടുകാരുടെ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതെ അതെ. പിന്നെ ഞാൻ ആദ്യമായിട്ടാ ഈ പെണ്ണ് കാണാനൊക്കെ പോകുന്ന, അതിൻ്റെതായിട്ടുള്ള ഒരു പേടിയും പരിമുഖമൊക്കെ ഉണ്ട്. ഞാൻ രവിചേട്ടന് പറഞ്ഞിട്ടില്ലേ, ചെറുക്കന് ഇച്ചിരി നാളെ കുഴപ്പമില്ല. മോളെ ചായ എടുത്തോ? മണി അതായിരുന്നു. നീ ഫ്രണ്ടിൽ പോണ്ട, നീ ബാക്കിലില്ല, നീ ആദ്യം പോ. ചെല്ലു ചെല്ലു. ഇങ്ങോട്ട് വയ്ക്കേ, സൂക്ഷിച്ചു. മോളെ കഴിക്കേ. ചേച്ചി ഇതാ നമ്മുടെ മനസ്സിലായല്ലോ. എന്തെങ്കിലും ചായ കുടിക്കാം? കുടിക്കാം. ഇപ്പം ശരിക്കും കണ്ടോണം, പിന്നെ ഇറങ്ങിയിട്ട് കണ്ടില്ല കേട്ടില്ല ഒന്നും പറയില്ല. അതെ ചേട്ടോ, കുട്ടികൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ടെങ്കിൽ ഒന്ന്. അതിനെന്താ, അത് നാട്ടു നടപ്പാണല്ലോ. ആയിക്കോട്ടെ. അയ്യോ അത് വേണ്ട, അമ്മ വീട്ടിൽ നിന്ന് പറഞ്ഞാ വിട്ടത് അന്യ സ്ത്രീകളോടൊന്നും സംസാരിക്കാൻ പാടില്ല. അയ്യോ അന്യ സ്ത്രീയോ? ഭാവിയിൽ ഭാര്യയാകുമ്പോ കുട്ടിയാണത്. അതെ, സംസാരിക്ക. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങോട്ട് മാറി. അല്ലെങ്കിലേ മോളെ നിങ്ങൾ അങ്ങോട്ട് ഇരുന്ന് സംസാരിച്ചോ, അത് പുറത്തോട്ട് അവർ പുറത്തോട്ടിരിക്കട്ടെ. മോളെ ചെല്ല്. സംസാരിച്ചിട്ട് മോളെ പരിചയപ്പെട്ടോ സംസാരിച്ചിട്ട് ചെല്ലു. അതെ, ജനാർദ്ദനോ ചെല്ലു മോനെ ചെല്ലു.
നാണക്കാരനാ. നാണക്കാരനാ. ചെറുതായിട്ടോ ചെറുതായിട്ട് ഇച്ചിരി തോന്നി. അതെ, എന്താ പേര് എന്റെ? ജനാർദ്ദനൻ. എല്ലാരും ജനു എന്ന് വിളിക്കും. അതെ, ആ ഏട്ടന് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ കുറിച്ച് എന്തെങ്കിലും സങ്കല്പങ്ങളുണ്ടോ? അങ്ങനെ വലിയ പ്രത്യേകിച്ച് സങ്കല്പമൊന്നുമില്ല. എന്നെ നന്നായിട്ട് നോക്കണം, എനിക്ക് വച്ച് വിളമ്പി തരണം, പിന്നെ എന്റെ കൃഷിയും കാര്യങ്ങളൊക്കെ കൂടെ നിന്ന് നോക്കണം, പിന്നെ അതിലെല്ലാം ഉപരി എന്റെ അമ്മയെ പൊന്നു പോലെ നോക്കണം. എന്റെ സങ്കല്പങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയട്ടെ. പറഞ്ഞോ. എന്നെ കല്യാണം കഴിക്കാൻ വരുന്ന ആള് നല്ല സുന്ദരനായിരിക്കണം. ആണല്ലോ. പിന്നെ ന്യൂജൻ ലുക്ക് ഉണ്ടായിരിക്കണം, ന്യൂജൻ തോട്ടും. പ്രതീക്ഷ പോയി. അതെ, ഏട്ടന് സ്പോർട്സിനോട് വല്ല താല്പര്യമുണ്ടോ? എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഈ ഓട്ടം ചാട്ടമൊക്കെ അല്ലേ, വെറുതെ ഓടിച്ചാടി നടക്കുന്ന സമയത്ത് വലിയ 10 കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലും എല്ലാം വെച്ചുണ്ടാക്കി കഴിക്കാം. അതെ, ഞാനൊരു ബോക്സർ ആണെന്ന് അറിയാവോ? ബോക്സറാ? ആ. എന്തോ ഗുസ്തിക്കാരിയാണെന്ന് അറിയാം, അതിൽ കൂടുതലൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഓഹോ, അപ്പൊ ബോക്സിനെ കുറിച്ച് ഒന്നും അറിയില്ല. എനിക്ക് അറിഞ്ഞൂടാ. ഏട്ടാ, എന്താ? ഏട്ടൻ എന്നെ ഇഷ്ടമായോ? ഇഷ്ടമായല്ലേ? എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്നെ ഇഷ്ടമായിരുന്നില്ലേ? ഞാൻ പറയണോണ്ട് ഒന്നും തോന്നരുത്. എന്റെ സങ്കല്പത്തിലുള്ള ഒരാളല്ല ഏട്ടൻ. ബ്രോക്കറേ, വാ. ചോദിച്ചേട്ടാ, രഞ്ജു മോൾ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഇല്ല, മോളൊന്നും പറയാ. അല്ല, ഞാൻ മോളോട് ചോദിച്ചില്ല. ഇനിയും വേണം ചോദിക്കാൻ. പിന്നെ പയ്യൻ എന്ത് പറഞ്ഞു? ഞാൻ ചോദിച്ചപ്പം വീട്ടിൽ ചെന്നിട്ട് പറയാന്നാണ് പറഞ്ഞത്. ഞാൻ പറയാതറിയാലോ, സർക്കാർ ഉദ്യോഗസ്ഥർ വിവാഹ കമ്പളത്തിലുള്ള മതിപ്പ്. പിന്നെ ഞാൻ എവിടെ ആലോചനയ്ക്ക് പോയാലും പെണ്ണ് വീട്ടുകാർ ചോദിക്കുന്നത് ചെറുക്കൻ സർക്കാർ ആണോ എന്നുള്ളതാണ്. പിന്നെ ആ, നല്ല കേസാ, കളയണ്ട. അറിയാം. അതെ, സർക്കാർ ജീവനാവുമ്പോഴേ ലൈഫ് സേഫ് ആണല്ലോ. അതാ ഞാൻ നോക്കുന്നത്. പിങ്ക് മേക്ക് ചേരുന്ന പയ്യന. മോൾക്കും ഇഷ്ടപ്പെടും, എനിക്കറിയാം. മനുഷ്യച്ചൊക്കെ ആയിട്ടൊന്ന് ആലോചിച്ചിട്ട് പറയാം. സെറ്റ്. ബ്രോക്കറേ, എന്തായിരുന്നാലും പോവാം. എന്തായാലും പോയിട്ട് വിളിച്ച് പറയണം ഷാജി. ശരി, ഓക്കെ, ശരി. കേട്ടാ? ശരി. ശരി, പണി നല്ല ചെറുക്കനല്ലേ? അതെ, അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. അവിടെ പോയിട്ട് വിളിച്ച് പറയാന്നാണ് ഷാജി പറഞ്ഞത്. അച്ഛാ, അച്ഛന് വേറെ പണിയൊന്നുമില്ല അച്ഛാ. ഒരുമാതിരി ഇമാതിരി പയ്യനെയാണ് റിങ്കിക്ക് വേണ്ടി ആലോചിക്കണേ. എന്ത് കുഴപ്പം? അയ്യേ, ഒരുമാതിരി വെള്ളയ്ക്ക് വീണാണ് കയറ്റം. പറഞ്ഞത് ശരിയാണ്, ഒരു തണുപ്പൻ. എന്തോന്നും മണി. അതെ, ആളൊരു നാട്ടുമ്പുറത്തുകാരനാണ്. ഓ, എന്തോ നിങ്ങൾ അങ്ങനെ കൊച്ചായിട്ട് കാണാനൊന്നും വേണ്ട. അതുകൊണ്ടല്ല, അയാൾ ഈ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞാൻ സ്വന്തം പൊരയിടത്തില് അധ്വാനിച്ച് അത് കൃഷി ചെയ്യുന്ന ആളാണ്. മനസ്സിലായ? നല്ലൊരു കർഷകൻ കൂടിയാണ്. തൽസ്വഭാവി, പുകവലിയില്ല, വെള്ളവടിയില്ല, ദുശീലങ്ങളൊന്നുമില്ല. വീട്ടില് അമ്മയൊക്കെ പൊന്നുപോലെ നോക്കി നല്ലൊരു മനുഷ്യൻ. നാട്ടുമ്പുറത്തുകാരെ. ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ജീവിച്ചത്, കൃഷിക്കാരനായിട്ട്. ചരിത്രം ആവർത്തിക്കുന്ന പോലെ എനിക്കൊരു തോന്നല് പെട്ടെന്ന് എനിക്ക് കിട്ടി. നിനക്കിവിടെ എന്താണ് കുറവുണ്ടായത്? കുഴപ്പമൊന്നുമില്ല മോളെ. മോക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അവക്ക് ഇങ്ങനെ താടിയെന്ന് വെച്ചാൽ ഇഷ്ടമല്ല. നിന്റെ അടുത്തല്ല ചോദിച്ചത്, എന്റെ മോളോടാണ് ചോദിച്ചത്. ഞാൻ ആ ലഡുവും ജിലേബിയൊക്കെ കൊണ്ട് കൊടുക്കാൻ പോയപ്പോ തന്നെ അയാളുടെ ആർത്തി കാണണമായിരുന്നു. എന്തൊരു തീറ്റായിരുന്നു എന്റെ ദൈവമേ, മൊത്തം തിന്ന്. ഞാൻ നോക്കി വെച്ചിരുന്ന ഒരു ലഡു അങ്ങനെ എടുത്ത് തിന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആക്രാന്തം കേട്ടോ ചെറുക്കന്. ചെറുക്കൻ നല്ല സ്വഭാവമാണ്. അച്ഛനടുത്ത് പറഞ്ഞ എന്റെ സങ്കല്പത്തിലുള്ള ആളെ അല്ല അയാൾ. അതെ അതെ. നീ എന്നിട്ട് എന്ത് പറഞ്ഞു? പറഞ്ഞോ? ഞാൻ എനിക്കിഷ്ടല്ലെന്നോ പറഞ്ഞോ? പറഞ്ഞോ? നന്നായി, നന്നായി. അപ്പൊ അതാണ് ആ ചെറുക്കൻ ഷാജി അടുത്ത് പറഞ്ഞു വീട്ടിൽ പോയിട്ട് പറയാം. ഷാജി എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ വിളിച്ച് പറയാൻ രവിയേട്ടാന്ന് പറഞ്ഞു.
നന്നായി, വെരി ഗുഡ്, കീപ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ. അവളല്ലേ കൂടെ ജീവിക്കണ്ടേ? നമ്മളിങ്ങനെ അഭിപ്രായം പറഞ്ഞ് വിട്ടാൽ മതിയോ? നമ്മളെല്ലാം നോക്കും. പക്ഷെ കൂടെ ആര് ജീവിക്കും? അയാൾക്കെല്ലാം പഴഞ്ചൻ ചിന്താഗതിയാണ്. എന്റെ കോൺസെപ്റ്റുമായിട്ട് ഒത്തുപോകാനൊന്നും പറ്റൂല അമ്മ. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടില്ല എന്റെ സങ്കല്പങ്ങളൊക്കെ, അതൊന്നും അല്ല അങ്ങേരുടെ. എന്റെ പൊന്നു മോളെ, എനിക്ക് ഇതുവല്ല അറിയായിരുന്നോ? ഷാജി പറഞ്ഞ് ഒരു സർക്കാർ ജീവനക്കാരനാണ്, നല്ലൊരു പയ്യനാണ്, പുകവലിയില്ല, സിഗരറ്റ് വലിയ, നല്ല നല്ല റിങ്കി മോൾക്ക് നല്ല ചേരുന്ന പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വന്ന് കണ്ടോട്ടെ എന്ന്. അത്രയല്ലേ ഉള്ളൂ. എല്ലാം ഓക്കെ, കാണാനും കൊള്ളാം, കാണാനൊക്കെ ചെറിയൊരു ചന്തമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ എന്റെ സ്വഭാവമായിട്ട് ഒത്തുപോകാൻ പറ്റില്ല. എന്റെ പൊന്നച്ഛൻ, ഞാനൊരു കാര്യം പറയാം. എനിക്കിതുപോലത്തെ വാഴ ഞാൻ പയ്യന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവരരുത്. ദൈവത് കാല് പിടിക്കാൻ ഞാൻ കേരള. അതെ, പിള്ളേർക്ക് ചേരുന്നുണ്ടോ എന്നുള്ളത് അവര് തീരുമാനിച്ചോട്ടെ. നല്ല ആൾക്കാരെ നമുക്ക് കൊണ്ടുകൊടുക്കാം. ലെറ്റ് ദം സെലക്ട്. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ.